ഓസ്ട്രേലിയൻ സർക്കാരിന്റെ സഹകരണത്തോടുകൂടി നടന്ന ഹോളി ആഘോഷങ്ങൾക്ക് ശബ്ദം നൽകി മലയാളി യുവാവ് ശ്രദ്ധേയനായി. ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന പാലക്കാട് പട്ടാമ്പിക്കാരൻ രതീഷിന്റെ വിശേഷങ്ങളിലേക്കാണ്. ഓസ്ട്രേലിയയിൽ വന്ന് ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് അവിടുത്തെ പടുകൂറ്റൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ബിസിനസ് നടത്തുന്ന സൗണ്ട് സിസ്റ്റം പെർത്ത് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് രതീഷ്. ഇപ്പോൾ $500 മില്യൺ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം, കൂടാതെ തന്നെ $1 കോടിയോളം വില വരുന്ന സൗണ്ട് മിക്സറുകൾ എന്നിങ്ങനെ തന്നെ ഒരു സാമ്രാജ്യം തന്നെ ഓസ്ട്രേലിയയിൽ സ്ഥാപിച്ച രതീഷിലേക്ക് പോകാം. പെർത്തിലെ കാഴ്ചകളാണ് ഹോളി ആഘോഷത്തിന്റെ. ഹോളി ആഘോഷം കാണുവാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ ഇവിടെ ശബ്ദവും വെളിച്ചവും ഒരുക്കുന്നത് ഒരു മലയാളിയാണ്. പെർത്തിൽ താമസിക്കുന്ന രതീഷ് എന്നുള്ള മലയാളിയാണ് ഹോളിക്ക് വേണ്ടിയുള്ള ശബ്ദവും വെളിച്ചവും എല്ലാം ഒരുക്കുന്നത്. വലിയ സംവിധാനമാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു മൈതാനം നിറയെ അതിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന മലയാളി യുവാവ്. വളരെ അപൂർവമായിട്ടാണ്, വളരെ അത്ഭുതകരമായിട്ടാണ് ഇദ്ദേഹത്തെ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. രതീഷ് നാട്ടിൽ എവിടെയാണ്? പാലക്കാട് പട്ടാമ്പി. എത്ര വർഷമായി ഓസ്ട്രേലിയ വന്നിട്ട്? 15. എങ്ങനെയാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ബിസിനസ്സിലേക്ക് വരുന്നത്? ഞാൻ ആദ്യം ചെറുതായിട്ട് ഒരു ബാൻഡിന്റെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്നൊക്കെ എൻക്വയറി വന്നു തുടങ്ങി. അതിനുശേഷം കുറെ വേറെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഇവന്റ്സും ലൈവ് ബാൻഡ്സ് മിക്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ വൈഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു വൈഡ് കമ്മ്യൂണിറ്റിയിൽ ചെയ്തു തുടങ്ങി. ആദ്യം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഇടയിലാണ് ചെയ്തിരുന്നത്. ഇപ്പോ ഓസ്ട്രേലിയൻ ഇവന്റ്സും ഇപ്പൊ രണ്ട് ദിവസമായി ഇവിടെ ഈ മൈതാനത്ത് ഹോളി നടക്കുന്നു അല്ലേ? ഇന്നലെ വേറെ സ്ഥലമായിരുന്നു. ഇന്നലെ സ്വാൻ ആക്റ്റീവിലായിരുന്നു. ഒരുപക്ഷെ ഇവിടുത്തെ പെർത്തിലെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മെഗാ പ്രോഗ്രാമുകളൊക്കെ രതീഷ് കവർ ചെയ്യാറുണ്ട് ഒരുവിധം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഒരു വലിയ സൗണ്ട് ലൈറ്റിന്റെ ബിസിനസ് തുടങ്ങി. അത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ആയിട്ട് ഇദ്ദേഹത്തിന് അത് വിജയിപ്പിക്കുവാൻ സാധിച്ചു. ഒരു മലയാളി ഇത്തരം രീതിയിൽ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൾ കൊണ്ട്, മറ്റാരുടെ സഹായമില്ലാതെ കഴിവുകൊണ്ട് നല്ല ഒരു വളർച്ചയിൽ എത്തിയ ഒരു അവസ്ഥയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ പരിപാടികളിലും, അതുപോലെ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ മെഗാ പ്രോഗ്രാമുകളൊക്കെ കവർ ചെയ്യുന്ന ഒരു കൂറ്റൻ സംവിധാനം തന്നെ, വലിയ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് സിസ്റ്റം തന്നെ രതീഷിനുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും സഹായത്തിനൊക്കെ ആരാണുള്ളത്? നമുക്ക് ടീമുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഇതിന് കുറച്ച് വർക്കേഴ്സ് ഉണ്ട്, ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 8-10 പേരോളം നമ്മളുടെ കൂടെ ഉണ്ട്. ഷോയ്ക്ക് അനുസരിച്ച് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാവിലെ എത്ര മണിക്ക് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി? നമ്മൾ പാക്കപ്പ് തലേ ദിവസം തന്നെ ചെയ്യും, ലോഡിംഗ് എല്ലാം. പിന്നെ ഇവിടെ വന്ന് സെറ്റ് ചെയ്യുന്നത് രാവിലെ ഒരു 7-7:30. അതായത് രതീഷ് വന്നിട്ടുള്ളത്, ഞങ്ങൾ ലോറിയൊക്കെ പോയി കണ്ടു, വലിയ ഒരു ട്രക്കിനാണ് വരുന്നത്. ആ ട്രക്കിനകത്ത് സൗണ്ട് എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. തലേ ദിവസം തന്നെ ലോഡ് ചെയ്യും. ഉച്ചയ്ക്ക് നടക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഏർലി മോർണിംഗിൽ തന്നെ ഇവിടെ വന്ന് സെറ്റിംഗ്സും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ തുടങ്ങും. പുലർച്ചെ തുടങ്ങിയ വർക്കുകളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രതീഷ് എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി? ഒരു 6:30 ആയിക്കോട്ടെ. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് വൈഫ്, 2 പിള്ളേര്. ഈ പ്രൊഫഷണൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ മലയാളികളുടെ പരിപാടികളൊക്കെ പോകാറുണ്ടോ? എന്തൊക്കെ പരിപാടികൾക്ക് മലയാളികളുടെ ബർത്ത്ഡേസ്, വെഡിങ്സ്, പിന്നെ കമ്മ്യൂണിറ്റി ഇവന്റ്സ്, അസോസിയേഷൻ പ്രോഗ്രാംസ് കൂടുതൽ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ ലൈവ് ബാൻഡ്സ് ഒക്കെ, ചെറിയ വെഡിങ്സിന് വേണ്ട ലൈവ് ബാൻഡ്സ്, കരോക്കെ സിംഗിങ് ഇങ്ങനത്തെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഇപ്പൊ കുറച്ച് ട്രെൻഡാണല്ലോ. ഇപ്പൊ ഇന്നലെ കൂടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു നല്ല അഭിപ്രായം പറഞ്ഞു. ഓക്കെ. രതീഷ് ഇവിടെ ചെയ്ത ഏറ്റവും വലിയൊരു പ്രോഗ്രാം എന്താണ്? ദിവാലി മേള. പിന്നെ ഒരു പഞ്ചാബി മെഗാ ഷോസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടായിരുന്നു. അത് ഏകദേശം ഒരു 5,000 to 10,000 ആൾക്കാരുണ്ടായിരുന്നു. അത് വലിയ ഷോ ആയിരുന്നു. ഔട്ട്ഡോർ, ലൈറ്റ്, സൗണ്ട്, സ്റ്റേജ് എല്ലാം കൂടെ, ക്രൗഡ് മാനേജ്മെന്റ്, പിന്നെ എല്ലാം കൂടെ ഫുൾ പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ. പിന്നെ കൗൺസിൽ ഇവന്റ് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഇവന്റായിരുന്നു. ഓക്കെ. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വലിയ പ്രോഗ്രാമുകളെല്ലാം ചെയ്യാറുണ്ട്. ഒരുവിധം വലിയ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാറുണ്ട്. അത് നമ്മുടെ സമയം, അവരുടെ ബഡ്ജറ്റും എല്ലാം ഓക്കെ ആണെങ്കിൽ വലിയ ഷോസ്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു ജയന്റ് ബിസിനസ് ആണ്. അങ്ങനെ കുറെ 2-3 പേരുണ്ട്, നമ്മളും അതായിട്ട് കൂടെ ചെയ്യുന്നുണ്ട്.
ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മള് മറ്റു ജോലിയും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കോൾസിൽ വർക്ക് ചെയ്യുന്നു, ഡ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് കൂടുതൽ വീക്കെൻഡ്സിലാണ് ഇവന്റ്സ്. പിന്നെ വീക്ക് ഡേയ്സിൽ വരുമ്പോൾ നമ്മുടെ കൂടെ ടീമുണ്ട്, അവർ പോയി ചെയ്യും. അപ്പൊ ഇത് ഫുൾ ടൈം ബിസിനസ് ആണ്. ടീം. അപ്പൊ ഇത് വലിയൊരു പൈസയുടെ മെഷീനറീസും സൗണ്ടും ബോക്സും ലൈറ്റിംഗ്സും ഒക്കെ ഇല്ലേ? ഇല്ല. ഏകദേശം എത്ര രൂപയുടെ വരും? വാഹനവും എല്ലാം കൂടെ അടക്കം ഈ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തതില് ഒരു 500,000 അടുത്തോളം വരും. ഏകദേശം 3 കോടിയോളം രൂപ മുടക്കിയിട്ടുണ്ടെന്നാണ് രതീഷ് പറയുന്നത്. ചെറിയ ബിസിനസ് ഒന്നുമല്ല, 3 കോടിയിലധികം രൂപ മുടക്കിയിട്ട് ആണ്. നേരത്തെ സംസാരിച്ച് പറഞ്ഞു, ഈ ഇരിക്കുന്ന സാധനങ്ങളില് ബോക്സ് കാര്യങ്ങളെല്ലാം ഓസ്ട്രേലിയയിൽ ഇറക്കുമതി ചെയ്തതാണ്. ജർമ്മൻ സാധനങ്ങളാണ്, ജർമ്മൻ മെയ്ഡാണ് സാധനങ്ങൾ. രതീഷിനെ എനിക്ക് കുറച്ച് വർഷങ്ങളെ അറിയാം. നമ്മുടെ മലയാളി അസോസിയേഷൻ ഓസ്ട്രേലിയ, അവിടെ മലയാളി അസോസിയേഷന്റെ ഒക്കെ പരിപാടി ചെയ്യുന്ന രതീഷാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷം ഈസ്റ്ററുടെ ഹോളി ചെയ്തത് രതീഷ് തന്നെയാണ്. ഇത്തവണ കഴിഞ്ഞ വർഷം നല്ലോണം ചെയ്തു. അപ്പം അതിന്റെ പേരിൽ തന്നെയാണ് ഈസ്റ്ററയ്ക്ക് ഈ വർഷം രതീഷ് തന്നെയാണ് നമ്മുടെ ഹോളി ചെയ്യുന്നത്. നേരത്തെ പരിചയമുണ്ടോ? രതീഷിനെ എനിക്ക് അങ്ങനെ നേരത്തെ പരിചയമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ ബിസിനസ് വഴി തന്നെയാണ് പരിചയപ്പെട്ടത്. മലയാളികളുടെയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ഓണം അങ്ങനെയുള്ള ഓണത്തിന്റെ എനിക്കൊന്ന് മലയാള അസോസിയേഷന്റെ എല്ലാ മലയാള അസോസിയേഷന്റെ പരിപാടികൾ ചെയ്യുന്നത് രതീഷ്. ഓൾമോസ്റ്റ് 15ഓളം മലയാള അസോസിയേഷൻ ഉണ്ട്. അതിൽ ഏകദേശം എല്ലാ അസോസിയേഷന്റെ പരിപാടി ചെയ്യുന്നത് രതീഷ് തന്നെയാണ്.